ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനെ പോലും അപമാനിതനായി രോഗബാധിതനായി മരിച്ചു പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നൊരു സംഭവമാണ്. അതിൻ്റെ പിന്നിൽ ഒത്തിരി കഥകളും ഒരുപാട് രാഷ്ട്രീയ ഗൂഢാലോചനകളും ഉണ്ടെന്ന് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. സൂര്യനെല്ലി കേസ്, PJ കുര്യൻ എന്ന രാഷ്ട്രീയ അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ 45-50 വയസ്സുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിനെതിരായിട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ആരോപണങ്ങൾ വന്നത്. എന്നാൽ കുര്യനെതിരായിട്ട് ഒരു തെളിവ് പോലും ഹാജരാക്കാനോ കേസിൽ പെടുത്തി ശിക്ഷിക്കാനോ കഴിയാതെ, കാരണം അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിയിട്ട് കുര്യൻ ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ അപവാദങ്ങൾ, ലൈംഗിക അപവാദങ്ങളുടെ ഒരു പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഹുലിനെതിരെ, ചെറുപ്പക്കാരനായ ഈ യുവ നേതാവിനെതിരെ ഈ ആരോപണം കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് വന്നതാണ്. അത് അന്ന് മുതലേ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കുറേ ഓഡിയോയും കുറേ ചാറ്റും മാത്രം എന്നുള്ളതല്ലാതെ സർക്കാർ ഒരു ക്രൈംബ്രാഞ്ച് ടീമിനെ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രംഗത്തുണ്ട്. പക്ഷേ അവരുടെ മുമ്പാകെ സോളിഡായിട്ടുള്ള ഒരു പരാതി പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസിന് കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ബാക്കി ഇതൊക്കെ കഥകൾ മാത്രമേ ഉള്ളൂ. ഈ പരാതി എന്നും ഉണ്ടെന്ന് പറയുന്നവരോ ആരും തന്നെ മുന്നോട്ട് പോകും. ഒരുപാട് സ്ത്രീകളെ ഈ ചെറുപ്പക്കാരൻ പീഡിപ്പിച്ചുവെന്നും ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. വാസ്തവം ഉണ്ടാവാം, ഇല്ല എന്നുള്ളത്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അത് വസ്തുതാപരമായി തെളിയിക്കുന്നതിനോ അയാൾക്കെതിരെ കുറ്റം ചാർത്തുന്നതിനോ കഴിയുന്ന ഒരു സ്ഥിതിയില്ല. അപ്പോൾ അതാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് പല ലൈംഗിക പീഡന കേസുകളും പുറത്തു വരുന്നത്.